ശില്പം ഇങ്ങനെയായിരുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പ് കതിരും മുന്തിരിവള്ളിയും പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്രാർത്ഥനയുടെ അടയാളമായ യാചനാകരങ്ങളുടെ നടുവിൽ ഗോളത്തിൽ ഇന്ത്യയുടെ ഒരു ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു. ആ ഗോളത്തിന് മുകളിൽ കേരളത്തിന്റെ ഒരു മാതൃകയും കൊത്തിയിട്ടുണ്ട്. ഇതിൽ സുറിയാനി കത്തോലിക്കാ സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൺസാമയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു. തീർന്നില്ല, മുന്തിരിക്കുലകളോട് ചേർന്നിരിക്കുന്ന 4 ഇലകളിലായി 2 വശത്തും വിശുദ്ധരായ ചാവറയച്ചൻ, എവുപ്രേസ്യാമ, മറിയം ത്രേസ്യാമ, ദൈവസഹായം പിള്ള എന്നിവരുടെ ചിത്രങ്ങൾ കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം മുമ്പിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ചിത്രവും മാർ തോമാസ് ലീഹായും കൊത്തിയിട്ടുണ്ട്. നാളുകളുടെ അധ്വാനത്തിൽ പൂർണ്ണമായും കയ്യാൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ഒരു ശില്പം എന്ന് തന്നെ പറയാം. ഏറെ സന്തോഷത്തോടെ ലിയോ 14 മാർപ്പാപ്പ ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ 2 മാർപ്പാപ്പമാർക്ക് സ്വന്തം കയ്യാൽ സമ്മാനമൊരുക്കിയെന്ന അസുലഭ ഭാഗ്യത്തിന് ഉടമയായിരിക്കുകയാണ് തോമസ് വെള്ളാരത്തിങ്കൽ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് നൽകുവാൻ 263 മാർപ്പാപ്പമാരുടെ മുഖചിത്രം ആലേഖനം ചെയ്ത അംശവടി അദ്ദേഹം നിർമ്മിച്ചു. ഇനിതാ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ദാരു ശില്പവും തോമസ് അതിമനോഹരമാക്കി. കേരളീയ ജനസമൂഹത്തിന്റെ വിശ്വാസം വിളിച്ചോതുന്ന ഒരു ഉപഹാരം, വിശ്വാസത്തിന്റെ നാൾവഴികൾ ഒറ്റ നോട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമ്മാനം എന്ന് തന്നെ പറയാം. ഇനിയും മുന്നേറട്ടെ നമ്മുടെ വിശ്വാസവും വിശ്വാസ പാരമ്പര്യങ്ങളും.